ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഒരാൾ വന്നിട്ടാണ് ഒരു ഹിന്ദിക്കാരൻ വന്നിട്ടായി 1 vs ചലഞ്ച് വെച്ചോണ്ടാണ്. അപ്പം നൈസായിട്ട് നമുക്കത് കളിക്കാം. എൻ്റെ പേരെന്ന് പറഞ്ഞാൽ രാഹുൽ 99 എന്നാണ്. അപ്പം നിങ്ങൾക്ക് കളിയിലേക്ക് പോവാം. നമ്മൾ റൂംമേറ്റാണ് വന്നിരിക്കുന്നത്. നമ്മളെ കൊണ്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് റൗണ്ടിൽ തന്നെ M500 എടുത്തിട്ടുണ്ട്. M500 വെച്ച് കളിക്കാം. നമ്മൾ നേരെ നമുക്ക് കാണിച്ചു തരാം അവിടെ എന്താണെന്നൊക്കെ. രാഹുൽ 99 എന്നാണ് എൻ്റെ പേര്. എന്താ യുക്കി എന്നൊക്കെ പറയുന്ന ഒരു ഗില്ലൊക്കെ ഉള്ളതാണ്. അതെല്ലാം നൈസായിട്ട് ഇത് ചാടിപ്പോയിട്ടാണ് എപ്പോഴും അടിച്ചങ്ങ് തീർക്കുക. നമുക്ക് നോക്കിയിരിക്കുക. എന്നിട്ട് ഇപ്പം കിട്ടാറുണ്ട് കൈ പിടിച്ചിട്ടുണ്ട് ഗൈസ്. അതൊരു ഓടിപ്പോകുന്നുണ്ട് ഗൈസ്. നൈസായിട്ട് നമുക്ക് ഒരു ഫയർ ചെയ്ത് കൊണ്ടില്ല. പിന്നെ നമുക്ക് അടിച്ചത് നമ്മുടെ ബാക്കിൽ നിന്ന് അടിക്കുന്നുണ്ട്. ഒരു 126 ഹെഡ് ഷോട്ട് കൊടുത്തിട്ടുണ്ട്. സീരിയസ് കളി ഫുള്ളായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച് കളിക്കാനാണ് വിചാരിക്കുന്നത്. നമുക്ക് എന്തായാലും നമ്മുടെ HP നല്ലപോലെ കുറച്ചതുണ്ട്. ഹെഡ് ഷോട്ട് അടിച്ചാൽ എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ നേരെ മെഡിക്കറ്റൊക്കെ അടിച്ച് ലൈവ് പിള്ളേറിന് ശേഷം നമ്മൾ അത് തപ്പി നടക്കുകയാണ്. നമ്മൾ കാണുന്നില്ല ഇവിടെ പോയെന്ന് ആർക്കറിയത്തില്ല. ഇവിടെ ഒരു മെഡിക്കറ്റ് അടിക്കാം. മെഡിക്കറ്റ് അടിച്ച് എന്തൊക്കെ നൈസായിട്ടാണ് നോക്കുന്നത്. ഇവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരു റൂട്ട് നമുക്ക് എടുക്കുന്നത്. നമ്മൾ കൈത്ത് വരുന്നുണ്ട്. കൈത്ത് വെച്ചൊരു വെട്ടിനെ ഉള്ളവനൊക്കെ ഗ്രനേഡ് ഇട്ടിട്ടുണ്ട്. അപ്പോഴാണ് ആലോചിച്ചത് ഗ്രനേഡ് എറിഞ്ഞൂടെ. നൈസായിട്ട് ഗ്രനേഡ് എടുത്തങ്ങ് എറിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് ഗ്രനേഡ് എറിയണ്ട. നോക്കുമ്പോൾ അവൻ കയറി വരുന്നുണ്ട്. നൈസായിട്ട് അടി കൊടുത്ത് പെട്ടെന്നൊരു അടിയും കൊടുത്ത് ഹെഡ് ഷോട്ട് അടിച്ച് നമ്മളവനെ അങ്ങ് കൊന്നിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റത്തെ റൗണ്ട് നമ്മളങ്ങ് എടുത്തിട്ടുണ്ട്. 800 രൂപ കിട്ടിയിട്ടുണ്ട്. റൗണ്ട് 2 ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും M4A1 അങ്ങ് എടുക്കാം. M4A1 എടുത്ത് ലോങ്ങിന്ന് അടിച്ചിടാൻ നോക്കാം. കൈക്കുമ്പോഴേ തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ഗ്ലൂവാൾ വേണം അത്യാവശ്യം. നമുക്ക് M4A1 എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവനെ കൊന്ന് ഈ ഒരു കളി ജയിക്കണം. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ 7 നമുക്ക് 7 പോയിന്റ് എടുത്താൽ മാത്രമേ നമ്മൾ ഈ ഒരു കളി ജയിക്കുകയുള്ളൂ. സത്യം പറ്റാണ്ട് തന്നെ പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണമെങ്കിൽ അവൻ കൊണ്ടുപോകാനുള്ള ചാൻസ് ഉണ്ട്. അവൻ നമ്മളെ വന്ന് വിളിച്ചാണ് 1v1 റൂമുള്ളതല്ലേ. പിന്നാണ് നമുക്ക് റൂം ഫ്രീ ആയിട്ട് തന്നത്. ആ റൂം വെച്ച് നമ്മളിന്ന് കളിക്കാൻ അൺലിമിറ്റഡ് റൂമാണ്. ഹവേഴ്സിനാണ് 23 മണിക്കൂറത്തേക്കും കണ്ടാണ് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ നമ്മൾ കളിയിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കാണാതൊക്കെ നോക്കുമ്പോൾ ഇതെല്ലാം ഇരിക്കുന്നത്. ഒരു അടിയെടുത്ത് 176 ഹെഡ് ഷോട്ട് ഇട്ടിട്ടുണ്ട്. പക്ഷെ ചത്തില്ല. വേണ്ട എൻ്റെ ലോങ് റേഞ്ചിൻ്റെ പവർ കുറച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവൻ ഗ്ലൂവാളിട്ട് കഴിച്ചൊക്കെ നല്ല ഗ്ലൂവാളാണ്. നമ്മളെല്ലാമെങ്കിൽ പച്ച ഗ്ലൂവാളാണ്. കുഴപ്പമില്ല. നമുക്കതൊക്കെ ഉള്ളു. നമ്മളിട്ട് നൈസായിട്ട് ബാക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടിക്കാൻ നോക്കുന്നുണ്ട്. അവൻ കൈത്തറി നേരെ റഷ് ചെയ്ത് കയറി പോവാം. ഞാൻ ഗ്ലൂവാളിട്ട് കവറൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് ഗ്ലൂവാളിട്ട് 2 ഗ്ലൂവാൾ കിട്ടുന്നു. അവരവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും എണീറ്റിട്ട് അടി കൊടുക്കാൻ നോക്കാം. ഇതുവഴി ഇറങ്ങിപ്പോയി അടിക്കുക. അവൻ അവിടെ ഗ്ലൂവാളിട്ട് കവർ ചെയ്ത് നിൽക്കുകയാണ്. അവനെ കണ്ടുകൊണ്ട് ഒരു അടിയെടുത്ത് പക്ഷെ കൊണ്ടില്ല. താഴോട്ടെടുത്ത് ചാടിയിട്ടുണ്ട്. ഇനി എവിടാന്ന് അറിയത്തില്ല. അവൻ്റെ മണ്ടേ കയറാൻ ഒരു ഇങ്ങോട്ടിട്ട് അടിക്കാൻ നോക്കാം. ഇങ്ങോട്ടിട്ട് അതുകൊണ്ട് ഇങ്ങോട്ടിട്ട് പറ്റത്തില്ല. നേരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടിട്ട് പക്ഷെ ഇങ്ങോട്ട് കാണിക്കുന്നില്ല. നമ്മൾ ഒരു കവർ എടുത്ത് നോക്കിയപ്പോഴാണെങ്കിൽ അവ എവിടുന്നോ സൗണ്ട് ആയിരുന്നുണ്ട്. നൈസായിട്ട് നമ്മൾ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ സോണാണ് ഈ ബാക്കോട്ട് വലിയാറായെന്ന് തോന്നുന്നത്. ഒരു സോൺ ഇപ്പം വലിയെന്നാണ് തോന്നുന്നത്. അപ്പുറത്താണ് കാണിക്കുന്നത്. സോൺ ലാസ്റ്റ് അങ്ങോട്ട് വലിയുന്നുണ്ട്. ഇല്ലാതെ ഇപ്പം അവൻ സോണിലായി പോയനെ. സോണിലാവാതെ നമുക്ക് അവനെ നേരിട്ട് അടിച്ച് കൊല്ലാൻ കഴിച്ചു. ഇവിടെ നമുക്ക് നേരെ കവർ ചെയ്ത് കയറാൻ കഴിച്ചു. നമ്മളവനെ അടിക്കുന്നുണ്ട്. നമ്മളെ ഇവിടെ നിന്നൊരു കവർ എടുക്കാൻ കഴിച്ചു. അയ്യോ ബാക്ക് സോണായി കഴിച്ചു. ഇതൊരു കയറാൻ പറ്റുന്നില്ല. പെട്ടുമോനെ. ഇവിടെ ഒരു വഴിയുണ്ട്. നമ്മളെന്താ നിൽക്കുന്നൊക്കെ ഓടിച്ചെന്ന് ചാടിയുണ്ട്. നമുക്കങ്ങനെ ബാക്കിൽ ഗ്ലൂവായിട്ട് നേരെ കവർ ചെയ്ത് പോയി അവിടെ നിന്ന് മെഡിക്കറ്റ് അടിക്കാൻ കഴിച്ചു. അയ്യോ നിർഭാഗ്യം വെച്ചാൽ അവൻ ചത്രമുണ്ട് കഴിച്ചു. സോണിൽ നിന്നാണ് ചത്തത്. എലിമിനേറ്റ് ആയി പോയിട്ടുണ്ട്. നമ്മുടെ മുഖമൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാം. ഇതൊരു 10 മിനിറ്റത്തെ വീഡിയോ ആവാനാണ് ചാൻസ് ഉള്ളത്. അത്രയ്ക്ക് 7 ഒബ്ജക്റ്റീവ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു വീഡിയോ ആവാനാണ് ചാൻസ്. എന്തായാലും ഇപ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊന്ന് ഈ ഒരു വീഡിയോ ഒന്ന് എത്തിക്കുക. സബ്സ്ക്രൈബ് ചെയ്യണം മുഖ്യം ഗൈസ്. ഒരു 30 സബ്സ്ക്രൈബേഴ്സ് ഇനി ആക്കണം ഗൈസ്. ഇപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സോടെ നമുക്ക് 20 സബ്സ്ക്രൈബേഴ്സ് ആവുന്നതാണ് ഗൈസ്. പെട്ടെന്ന് തന്നെ അടിക്കുക ഗൈസ്. കാണുന്നവരെല്ലാം തന്നെ പെട്ടെന്ന് അടിക്കുക ഗൈസ്. ലൈക്കും കുറവാണ്. ലൈക്കൊക്കെ ഇട്ട് പവർ കാണിക്കുക ഗൈസ്. നമ്മൾ സ്കൈത്ത് നമ്മുടെ കയ്യിലുണ്ട് ഗൈസ്. നമ്മളെ കൊണ്ട് പോവാൻ അവനെ കണ്ടില്ല ഗൈസ്.
ഓക്കെ, എന്താണിത്? ഓക്കെ, എംഫൈഡറും കൊണ്ട് നേരെ വന്നിട്ടുണ്ട്. ഓക്കെ, MP5 നമ്മുടെ കയ്യിൽ എടുത്തിട്ടുണ്ട്. നമുക്ക് M4 വേണമെങ്കിൽ മാക്സ് ആക്കിയിട്ടില്ല, ഫസ്റ്റ് എടുത്ത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ ചെല്ലാൻ ഗ്ലൂവായിട്ട് നമുക്ക് റഷ് ചെയ്തും കയറാം ഗൈസ്. ഓക്കെ, അവനെ അവിടെ നിന്ന് നമുക്ക് ബാക്ക് വഴി കളിച്ചാലോ? ഓക്കെ, അവിടുത്തെ ഗ്ലൂവാളാണ് ഗൈസ് ആ കിടക്കുന്നത്. വെള്ളത്തിനുണ്ടല്ലോ ഐസ് പോലത്തെ ഗ്ലൂവാള്. നമുക്കൊന്ന് അടിച്ചു നോക്കിയാലോ, ഒന്ന് പൊട്ടുമോ അത് അറിയത്തില്ലല്ലേ. ഓക്കെ, അയ്യോ നമ്മൾ താഴെ വീണ് ഗൈസ്. ഇവിടെ ഐസ് ആയതുകൊണ്ട് തന്നെ താഴെ വീഴുമ്പോൾ നല്ല ഡാമേജ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ടയറിക്കൂടെ മുകളിൽ നമ്മൾ ചാടിയുണ്ട്. നമുക്കൊരു ഗ്ലൂ ആയിട്ട് എടുക്കുക പെട്ടെന്ന് ഓടി നമ്മുടെ ഹെഡ്ഷോട്ട് അടിച്ചാൽ എന്ത് ചെയ്യാൻ ഗൈസ്, നമ്മൾ തോറ്റുപോയില്ലേ. അവ അവിടെ ഇപ്പോൾ ഉണ്ട്. നമുക്ക് നൈസായിട്ട് കയറിച്ചാലൊക്കെ നമുക്ക് നല്ല ഡാമേജ് കിട്ടി, 75 ഡാമേജായി. നമുക്ക് നൈസായിട്ട് ബാക്ക് വലിയ ഒരു അടി നമ്മളവനെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. M5 വെച്ച് നമ്മൾ രണ്ടും വെച്ച് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല ഗൈസ്. അടുത്ത കളി നോക്കട്ടെ, നല്ല വല്ല ഗണ്ണും എടുത്ത് കളിക്കാം. നമുക്ക് ഇവിടെ കയറി ഇന്ന് കവർ ചെയ്യാം ഗൈസ്. അയ്യോ, പെട്ടെന്ന് ചാടിപ്പോയി ഗൈസ്, മെഡിക്കേറ്റ് അടിക്കാനായിപ്പോയി. ഇനി ഇവിടുന്ന് എങ്ങനെ കയറും നോക്കുകയാണൊക്കെ. അവിടെ ടയറുണ്ട് ഗൈസ്. ടയറിലോട്ട് ചാടിപ്പോയപ്പോഴത്തേക്കാണ് അറിയുന്നത് നമ്മളെ മേളിലായിട്ട് നമുക്ക് സുഖമായിട്ട് കയറുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നേ ഗൈസ്. ഒക്കെ സോണിപ്പെട്ട് ഒക്കെ ചാടി എലിമിനേറ്റ്. ഓക്കെ ബൈ. നമ്മൾ അവിടെ നിന്ന് ചത്തനുണ്ട്. അപ്പം നേരെ ഇറങ്ങി ഗൈസ്. അടുത്ത കളി നോക്കാം. റൗണ്ട് 4 ആയിട്ടുണ്ട് ഗൈസ്. അവനൊരു പോയിന്റ്, എനിക്കൊരു പോയിന്റ്. ഓക്കെ, ഇവിടെ എല്ലാം ഐസായി പോയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞാൽ ഓക്കെ, അതുകൊണ്ട് സുഖമായി ഗൈസ്. വെള്ളത്തിലൊക്കെ അവസാനം ഫൈറ്റ് വരുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ടൊന്നും ജയിക്കാം. വെള്ളത്തിലൊക്കെ ഫൈറ്റ് ഇപ്പോൾ കുറവാണ് ഗൈസ്, എന്താ അറിയത്തില്ല. ഗ്ലൂ വാളിൻ്റെ പാടുണ്ടാകുന്ന തോന്നുന്നു. കാരണം നമുക്ക് ഈ ഒരു ഇവിടെ വെള്ളത്തിൽ കൂടെ ഒക്കെ നടന്നു പോകാം ഗൈസ്. അവന് ഇനി അപ്പുറത്തൂടെ വന്നിട്ട് വേണം നമുക്ക് അടിച്ചു കൊല്ലാൻ. നമ്മളെന്തായാലും ഗ്ലൂ വാളിട്ട് നേരെ കവർ ചെയ്ത് കയറുന്നുണ്ട്. നമ്മൾ ഈ ഒരു കളി ജയിക്കണം. അപ്പം നമ്മളെ വന്ന് വിളിച്ചാണ് ഗൈസ്, 1v1 തോപ്പിച്ച് വിടാമെന്നും പറഞ്ഞ്. നമ്മളെന്തായാലും റിവഞ്ച് കൊടുക്കണമെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ കയറാം. നമുക്ക് കളിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ ഗ്ലൂ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നമ്മളന്ന് ഈ കവർ ചെയ്തപ്പോഴത്തേക്കും കിട്ടി, അതുകൊണ്ട് തന്നെ ഗ്ലൂ ആളാണെങ്കിൽ വേറെ ഇട്ടിട്ടാണ് അപ്പുറം ഇവിടെ കറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു വീടിനകത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അവൻ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, സൗണ്ട് കൂട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ലൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഒക്കെ അവൻ മേളിൽ അവിടെ നിൽപ്പുണ്ട്. അവൻ്റെ ഗ്ലൂ അവിടെ കണ്ടോണ്ട് ഗൈസ്. ഓക്കെ, നൈസായിട്ട് അവൻ ഇതുവഴി കയറി ചെന്ന് അടിക്കാൻ കഴിച്ചു. നമ്മളെ UMP ഉള്ളതുകൊണ്ട് തന്നെ പേടി. നേരെ കറങ്ങിയപ്പോഴത്തേക്കും UMPക്ക് 23 അടി കൊടുത്ത് പെട്ടെന്ന് താഴോട്ട് ചാടി കഴിച്ചു. ഒക്കെ നമുക്ക് ഇതുവഴി കറങ്ങിപ്പോയി അവിടുത്തെ സ്റ്റെപ്പിൻ്റെ അടുത്ത് നിന്ന് 2 അടി കൊടുത്ത് അവനെ ഫിനിഷ് ചെയ്യാൻ കഴിച്ചു. ഓക്കെ, അവൻ അവിടെ ഗ്ലൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. പുറത്തിറങ്ങി നല്ല അടി കൊടുത്ത്. ഓക്കെ, പിന്നെ അടിച്ച് കുത്തിപ്പിടിച്ച് ഹെഡ്ഷോട്ട് അടിച്ച് അവനെ കൊന്നിട്ടുണ്ട്. ഈ ഒരു കളി നമ്മൾ 3 പോയിന്റ് അടുത്ത് വിക്ടറി എടുത്തിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, റൗണ്ട് 5 ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു കളി SVD എടുത്ത് വണ്ടാപ്പ് അടിച്ച് പവർ കാണിക്കാം ഗൈസ്. ആക്റ്റീവായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു കളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. USP ഒക്കെ വെച്ച് നമ്മൾ ഒരു സ്കില്ലൊക്കെ കാണിച്ചിട്ടുണ്ട്. അവിടെ നേരെ നമുക്ക് പോയിട്ട് അവനെ അങ്ങ് അടിച്ച് കൊല്ലാൻ കഴിച്ചു. ഓക്കെ, അവൻ എവിടെയാണെന്ന് നോക്കുകയാണ്. പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, വാട്സപ്പിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. വേറെ നല്ല ഫ്രീ ഫയറിൽ തന്നെ റെക്കോർഡ് ഓപ്ഷൻ ഉണ്ടാക്കി നമ്മൾ പോയിട്ട് സേവ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ നേരെ കളിയിലേക്ക് വരാണെങ്കിൽ അവൻ നേരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു അടി കൊടുത്ത് പിന്നെ ഒരു ഹെഡ്ഷോട്ട് അങ്ങ് കൊടുത്ത് അവനെ അങ്ങ് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ പറഞ്ഞു തന്ന കാര്യമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളാണെങ്കിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് വോയിസ് കയറ്റി ഇടുന്നത്. ഇനി ഒരു സബ്സ്ക്രൈബേഴ്സോടെ മതി ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവനത് അവന്മാരത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്ന നമ്മൾ കണ്ടോണ്ട് ഗൈസ്. അവനെ അങ്ങ് അടിക്കാൻ ഗൈസ്. ഒക്കെ മെസ്സേജൊക്കെ വരുന്നുണ്ടില്ല, അവനെ അടിച്ചുകൊണ്ട് കൊണ്ടില്ല. പിന്നെ ഒരു അടി അടിച്ച് ഹെഡ്ഷോട്ട് ഗൈസ്. 450 SPD ഫുൾ ഓൺ ഫുൾ പവർ ഗൈസ്. പ്രോവീരനും പവറാണ് ഗൈസ്. പ്രോവി പവർ കാണിച്ച് കയറുന്നുണ്ട് ഗൈസ്. അടുത്ത കളിയിൽ ഇവിടെ കയറി നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, അടുത്തതായിട്ട് 6ാമത്തെ പോയിന്റ് എടുക്കാൻ നോക്കാം. SVD വെച്ചാണ് മരണമാസ് കാണിക്കണം. ഓക്കെ, അവൻ അതുവഴി ഓടിപ്പോയിട്ട് നിർഭാഗ്യവശാൽ M500 എടുക്കാതിരുന്നത് കൊണ്ടില്ല. പിന്നെ ബുക്കോങ്ങാട്ട് കയറി ചെന്ന് അവൻ അടിച്ചിട്ടുണ്ട്, പിന്നെയും കൊണ്ടില്ല. അവൻ എവിടെയോ കയറി കവർ എടുത്തിട്ടുണ്ട്, അതാണെന്ന് തോന്നുന്നു. നമ്മൾ പുതിയൊരു വോയിസൊക്കെ വെച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ. ഒക്കെ നല്ല റേറ്റായി കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മളെന്തായാലും M500 വെച്ച് ഇനി കയറി കളിക്കാം ഗൈസ്. ഓക്കെ, ബാസിക്കറാണ് ബാസിക്കർ. ഓക്കെ,
ഓക്കെ, നമ്മളിവിടെ ചെന്നപ്പോഴത്തേക്കും SVD കിട്ടിയിട്ടുണ്ട്. അവൻ ദേ വരുന്നു ഗൈസ്. ഒരടി കൊടുത്ത് കൊണ്ടില്ല. പിന്നെ നമുക്ക് നല്ല ഡാമേജ് ഒരു പണ്ടായി ഒരു ഹെഡ് ഷോട്ട് കൂടെ കൊടുത്ത് 450 ഹെഡ് ഷോട്ട് കൊടുത്ത് സ്കോർ നില 6 ആക്കി ഗൈസ്. അങ്ങനെ അടുത്ത കളിയായപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ സെൻറ്റോസിലാണ് വന്നേക്കുന്നത്. നമ്മുടെ ജോസഫിന് സാവളമാണ് ഗൈസ്. ഒക്കെ സെൻറ്റോസ അവിടെ വന്ന് അടിച്ചപ്പോഴത്തേക്ക് അവിടെ ആരെയും കാണുന്നില്ല. പിന്നെ ഇതുവഴി കവർ ചെയ്ത് നമ്മൾ ചെല്ലാം ഗൈസ്. അവസാനത്തെ നീക്കത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. ഒക്കെ അവൻ നമുക്ക് കിടന്ന് കുറച്ച് നേരം കൂടെ കിടന്ന് കഷ്ടപ്പെടാം ഗൈസ്. കാണുന്നില്ലല്ലോ ഗൈസ്, അവൻ എവിടാണ്? സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ മണ്ടേ കാണുമെന്നാണ് തോന്നുന്നത്. ചേട്ടാ നമുക്ക് എന്തായാലും ഒരു UMP ഒക്കെ എടുത്ത് കൂടി ചെല്ലാം. പ്രതീക്ഷിച്ചവർ തന്നെ അവൻ വീട്ടിൻ്റെ മണ്ടയിൽ നിന്നാണെങ്കിൽ അത് ചാടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരടി കൊടുക്കുക. 3, 2, 1 ഹെഡ് ഷോട്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു കളി അങ്ങ് ബുയ്യ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ ഒരു കളി ഇത്രേ ഉള്ളൂ. ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബായ്.